ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമയുടെ സ്റ്റോറിയല്ല, ഇന്നൊരു എക്സ്പെഡീഷന്റെ വിവരണമാണ്. നമ്മൾ ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള സിനിമയും കണ്ടിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങിയതിനു ശേഷം അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് ഗവേഷകർ കടലിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു എക്സ്പെഡീഷൻ ടീമിന്റെ കടലിന്റെ അടിയിലേക്കുള്ള യാത്രയും അവർ എങ്ങനെയാണ് ടൈറ്റാനിക് എന്ന കപ്പലിനെ കണ്ടെത്തുന്നതും എന്തൊക്കെയാണ് തകർന്നു കിടക്കുന്ന കപ്പലിൽ നിന്ന് അവർ കണ്ടെത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈറ്റാനിക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കപ്പൽ. 100 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയ ഈ കപ്പൽ കണ്ടെടുത്തത് 1985-ലാണ്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയെങ്കിലും മറ്റേത് കപ്പൽ ദുരന്തത്തെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവൾ മാത്രമാണ്. മാത്രമല്ല, ഇനിയും പുറത്തു വരാത്ത ഒരുപാട് രഹസ്യങ്ങൾ അവളിൽ അവശേഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളമായി ആരെങ്കിലും ടൈറ്റാനിക്കിനെ കാണാൻ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ ഇപ്പോഴിതാ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ടൈറ്റാനിക് എക്സ്പെഡീഷനു വേണ്ടി അത് മുങ്ങിയ സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ലീഡിംഗ് എക്സ്പേർട്സ് ആണ് ഈ എക്സ്പെഡീഷന്റെ പുറകിൽ. ചുരുക്കി പറഞ്ഞാൽ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനാണ് അവരുടെ വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള ഈ യാത്ര. മാത്രമല്ല, ഭാവിയിലെ പുതുതലമുറയ്ക്ക് വേണ്ടി ടൈറ്റാനിക്കിനെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ അവർക്കുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ ടീം ഇപ്പോൾ ടൈറ്റാനിക് മുങ്ങിയ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലായി 3 മൈൽ ആഴങ്ങളിലാണ് ടൈറ്റാനിക് ഇപ്പോൾ വിശ്രമിക്കുന്നത്. എക്സ്പെഡീഷൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ടീമിന്റെ ഒരു മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണ് റോബ് മക്കുലം. ഇദ്ദേഹം തന്നെയാണ് ഈ എക്സ്പെഡീഷന്റെ ലീഡർ. ഇന്നത്തെ ദിവസം ഉച്ചയ്ക്കാണ് ടൈറ്റാനിക്കിന്റെ അടുത്തേക്കുള്ള ആദ്യത്തെ ഡൈവ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഒരാഴ്ച സമയത്തേക്ക് പല തവണയായി ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹമാണ് വിക്ടർ വെസ്കോവോ. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. കടലിന്റെ അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഒന്ന് നോക്കി കാണുക എന്നുള്ളതാണ്. ടൈറ്റാനിക്കിന്റെ തകർന്ന 2 വലിയ കഷ്ണങ്ങളായിരിക്കും അടിത്തട്ടിൽ എനിക്ക് കാണാൻ സാധിക്കുക. കൂടുതൽ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുക ടൈറ്റാനിക്കിന്റെ ബോ കാണാനായിരിക്കും, അതായത് മുൻവശത്തെ ഭാഗം. ഈ ബോ എന്ന് പറയുന്നത് ഉറപ്പായും തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ടൈറ്റാനിക്കിന്റെ മുൻഭാഗം ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ. ഇതൊക്കെ എന്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് കേട്ടോ. ഇനി അതിനും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും ഭാഗ്യമില്ല എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇത്രയുമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 15 വർഷത്തോളമായി ആരെങ്കിലും ഒക്കെ ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് പോയിട്ടിപ്പോൾ. അതുകൊണ്ട് തന്നെ വിക്ടറിന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ടൈറ്റാനിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കാണുമായിരിക്കുമോ? ഈ ഒരു എക്സ്പെഡീഷൻ പ്ലാൻ ചെയ്തത് തന്നെ ഈ വിക്ടറാണ്. അതുകൊണ്ട് ഈ മിഷൻ ഒരു സക്സസ് ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അയാൾ ഇതിനു വേണ്ടി ഈ ലോകത്തുള്ള പല എക്സ്പെർട്ടുകളെ ഇതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ് പാർക്ക് സ്റ്റിഫേഴ്സൺ. ടൈറ്റാനിക് സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളെല്ലാം ആ ദുരന്തത്തിന്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളായിട്ടാണ് ഞാൻ കാണുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ടൈറ്റാനിക് തകർന്നു കിടക്കുന്ന ആ ഭാഗം ഒരു ക്രൈം സീനാണ്. ഒരുപാട് നിഗൂഢതകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പെർഫെക്റ്റ് ക്രൈം സീൻ. ഇത്രയുമാണ് അദ്ദേഹത്തിനും പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. ഇവരുടെ പേര് ലോറി ജോൺസ്റ്റൺ എന്നാണ്. ഒരു മൈക്രോബിയൽ എക്കോളജിസ്റ്റ് ആണ് ഇവർ. ഇവരും ഈ ടീമിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും വളരെ നിർണായകമായ ഡാറ്റകൾ കളക്ട് ചെയ്യുക എന്നതാണ് ഇവരുടെ ജോലി. 1998 മുതൽ 6 തവണയോളം ഇവർ ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്. 2005-ലാണ് അവസാനമായി അവർ അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടത്. ഓരോ തവണ കാണുമ്പോഴും അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എന്നൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അവർ പോകുന്ന സബ്മറൈനെ ഒന്ന് പരിചയപ്പെടാം. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സബ്മറൈനിലാണ് അവർ പോകുന്നത്. ഇതുവരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരെണ്ണം. ഒരു ബീസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് അതിന്റെ പേര്. ഇതുപോലുള്ള മിഷൻസിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇതിനെ. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പൈലറ്റ് ആണ് ഉണ്ടായിരിക്കുക. വിക്ടർ തന്നെയാണ് ആ ജോലിയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഉൾവശം ഒന്ന് പരിചയപ്പെടാം. ടൈറ്റാനിയം കൊണ്ടുണ്ടാക്കിയ ഒരു ബോഡിയാണ് ഇതിന്റേത്. 90 മില്ലിമീറ്റർ തിക്നെസ് ആണ് ഇതിനുള്ളത്. അതായത് ഒരു 3.5 ഇഞ്ചോളം വരും. 3 വ്യൂ പോർട്സ് ആണ്
ഈ സബ്മറൈൻ ഉള്ളത്. അതായത് ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ 3 ഭാഗങ്ങളിലൂടെ കടലിന്റെ അടിത്തട്ട് കാണാൻ സാധിക്കും. അതിൽ 2 എണ്ണം മുകൾ ഭാഗത്തും 1 എണ്ണം താഴെ ഭാഗത്തുമാണുള്ളത്. ഈ 3 വ്യൂ പോർട്ടിലൂടെയും കടലിന്റെ താഴെഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഇതിന്റെ ഉൾഭാഗത്തെ പ്രത്യേകത. ഇനി പുറം ഭാഗത്തുള്ള ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആണ് ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത്. വളരെ ഹൈ റെസൊല്യൂഷനോട് കൂടിയ ഒരു 4K ക്യാമറയാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണിത്. ഇതിന്റെ ക്യാമറ വളരെ വലുതാണെങ്കിലും വളരെ ഡെലിക്കേറ്റ് ആയ ഒരെണ്ണമാണിത്. ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും പണി കിട്ടാൻ നല്ല സാധ്യതയാണ്. ഇതൊക്കെയാണ് ആ സബ്മറൈന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ മിഷനിൽ അവർക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ആഴം കൂടിയ ഒരു ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ നീരൊഴുക്കുണ്ടാകും എന്നത് തീർച്ചയാണ്. 107 വർഷങ്ങളായി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ താഴെ കിടക്കുന്നുണ്ട്. അത് ആ നീരൊഴുക്കിന്റെ എതിരെയായിട്ടാണ് കിടക്കുന്നത്. ആ നീരൊഴുക്കെന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 2 നോട്ടിക്കൽ മൈൽ എന്ന വേഗതയിലാണ്. അതുകൊണ്ട് തന്നെ ആ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് പോവാന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള റിസ്ക് എൻടാങ്കിൾമെന്റ് ആണ്. അതായത് ഇത്രയും നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ പോകുന്ന സബ്മറൈൻ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ ഈ സബ്മറൈനെ കൊളുത്തിപ്പിടിക്കാവുന്ന പല സാധനങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. ആ അവശിഷ്ടങ്ങളുടെ ഒരുപാട് അടുത്തേക്ക് പോകാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ ഡൈവ് വിജയിക്കുക എന്നതൊരു വൈറ്റൽ പാർട്ടാണ്. അതെങ്ങാനും പരാജയപ്പെട്ടു പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ എക്സ്പെഡീഷൻ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഈ സമയം വലിയൊരു പ്രശ്നം തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ഫോർകാസ്റ്റ് ചെയ്തതുപോലെയല്ല ഇപ്പോഴത്തെ കടലിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ വലിയ തിരമാലകളാണ്. ഈ ഒരു വെതർ കണ്ടീഷനിൽ അവർക്ക് ഒരിക്കലും ഡൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്നത്തെ ദിവസം പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ കാലാവസ്ഥ ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ മിഷനും ഉറപ്പായിട്ട് അപകടത്തിൽ കലാശിക്കും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും ഇല്ലാതെ അവരെല്ലാവരും നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂർ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിറ്റേ ദിവസമായപ്പോൾ കാലാവസ്ഥയെല്ലാം ഒന്ന് ശമിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി ഡൈവ് ചെയ്യാൻ സാധിക്കും. കാലാവസ്ഥയൊക്കെ നോർമൽ ആയതുകൊണ്ട് തന്നെ അവർ വളരെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ഇനി അവർക്ക് ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുമല്ലോ. അവർ വളരെ പെട്ടെന്ന് തന്നെ ആ സബ്മറൈൻ വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിക്ടർ ആണ് ആ സബ്മറൈൻ ഓടിക്കാൻ പോകുന്നത്. ടൈറ്റാനിക്കിന്റെ അടുത്തേക്കുള്ള ആദ്യത്തെ സോളോ ട്രിപ്പാണിത്. അയാൾ പോകാൻ വേണ്ടി റെഡിയായി ആ ബോട്ടിന്റെ ഡെക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ക്രൂ മെമ്പേഴ്സും അയാൾ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും അയാൾക്ക് ഗുഡ് ലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം കൂടെ പറഞ്ഞേക്കി എന്നൊക്കെ ചില ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാം എന്നൊക്കെ നമ്മുടെ വിക്ടർ പ്രോമിസ് കൊടുക്കുന്നു. അതിനുശേഷം അയാൾ വേഗം തന്നെ ആ സബ്മറൈന്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ വിക്ടർ ആ സബ്മറൈന്റെ അകത്ത് കയറി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തീർക്കുന്നു. കൺട്രോൾ റൂമിലുള്ള ആളുകളൊക്കെ അയാൾക്ക് പോകാനുള്ള ഗ്രീൻ സിഗ്നലും കൊടുക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വിക്ടർ ടൈറ്റാനിക്കിന്റെ അടുത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും അയാൾക്ക് ആ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. താഴേക്ക് പോകുന്തോറും സൂര്യപ്രകാശം ഫേഡ് ആയിക്കൊണ്ടിരിക്കും. താഴേക്ക് പോകുന്തോറും കടലിന്റെ ഭാഗങ്ങളെല്ലാം പച്ച കളറിലായിരിക്കും കാണാൻ സാധിക്കുക. അങ്ങനെ പോകെ പോകെ ആ ഭാഗങ്ങളെല്ലാം ഇരുളാൻ തുടങ്ങും. പിന്നീട് അത് മുഴുവനായിട്ടും കറുത്ത നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുക. പിന്നെ മുന്നിലുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ വിക്ടർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായപ്പോ തന്നെ അയാൾ ആ സബ്മറൈന്റെ ലൈറ്റ് ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ഏകദേശം 3 മൈൽ താഴെയാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. ആ ഒരു ഏരിയയിലൊക്കെ വളരെയധികം പ്രഷർ ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ തന്നെ ആ സബ്മറൈനെ പുഷ് ചെയ്യുകയും ചെയ്യും. അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ സബ്മറൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്തോറും വിക്ടർ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്. കൺട്രോൾ റൂമിലുള്ളവരെല്ലാവരും തന്നെ അയാൾ പറയുന്നൊക്കെ കേട്ട് ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ സബ്മറൈൻ താഴേക്ക് പോകുന്നൊക്കെ അവർ ആ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വിക്ടർ ഇപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം ഒരാളിപ്പോൾ ടൈറ്റാനിക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് ആ അവശിഷ്ടങ്ങളാണ്. അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സബ്മറൈന്റെ ലൈറ്റിൽ ആ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ. ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷൂറിയസ് ആയ ഒരു കപ്പലായിരുന്നു. 1912 ഏപ്രിലാണ് ന്യൂയോർക്കിലേക്കുള്ള അതിന്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചത്. 2000 പാസഞ്ചേഴ്സും പിന്നെ ആ ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സുമാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. 4 ദിവസങ്ങളായിട്ടുള്ള അതിന്റെ യാത്രക്കിടയിൽ പെട്ടെന്നാണ് ടൈറ്റാനിക് വലിയൊരു ഐസ്ബർഗിൽ ചെന്ന് ഇടിച്ചത്. അതിനോടനുബന്ധിച്ച്
ദിനത്തോടനുബന്ധിച്ച് അത് തകരുകയും പിന്നീട് കടൽത്തട്ടിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. ഏകദേശം 1500ഓളം ആളുകൾക്കാണ് ആ ദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ കാര്യം ആളുകളെ ആകർഷിക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടെയുണ്ട്. അതിന്റെ മെയിൻ കാരണം പല ആളുകളും പല രീതിയിലാണ് ഈ ദുരന്തത്തെ കാണുന്നത് എന്നതാണ്. ഒരുപാട് കഥകൾ ഈ ദുരന്തത്തിനെ പറ്റി പ്രചരിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ വിക്ടർ ആ അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തിന്റെയോ എഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും വ്യക്തമാവുന്നില്ല. നല്ല രീതിയിലുള്ള ഒഴുക്കാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്നെ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അയാൾ കൺട്രോൾ റൂമിലെ ആളുകളോട് പറയുന്നുണ്ട്. ഈ ടൈറ്റാനിക് വിശ്രമിക്കുന്ന കടലിന്റെ ഈ ഭാഗമെന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ശക്തമായ നീരൊഴുക്ക് ആ സ്ഥലത്തിന് ചുറ്റുമുണ്ട്. അതാണ് ഈ മിഷൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ നീരൊഴുക്ക് വളരെ എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ വിക്ടറിന് അയാളുടെ ടാർഗറ്റിനെ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും പ്രതീക്ഷ വിടാതെ അയാൾ ശരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. എനിക്കെന്തോ വല്ലാതെ വിഷമം വരുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ടൈറ്റാനിക്കിനെ കാണാം. എനിക്കതിന്റെ ബോ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടൈറ്റാനിക്കിന്റെ ബോയുടെ അടുത്താണ് നിൽക്കുന്നത് എന്നൊക്കെ അയാൾ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. അതെ, അയാൾ ഇപ്പോൾ ടൈറ്റാനിക്കിന്റെ ബോയുടെ അടുത്താണ്. അയാൾക്ക് അതിപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അയാൾ ആ വിളിച്ചു പറയുന്നൊക്കെ കേട്ട് കൺട്രോൾ റൂമിലുള്ള എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. ഇനി വിക്ടർ അവരുടെ ആ മിഷന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവിലേക്ക് കിടക്കുകയാണ്. അതായത് ആ അവശിഷ്ടങ്ങളുടെ കണ്ടീഷനൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുക. ഇപ്പോൾ അയാൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ആ ഫേമസ് ആയ ഹാൻഡ് റെയിൽസിന്റെ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഡെക്കിലെ ആ സ്ക്വയർ വിൻഡോസ് ആണ്. ഇങ്ങനെയൊക്കെ അയാൾ കാണുമ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വിക്ടർ ഇപ്പോൾ ആ സബ്മറൈനുമായി ടൈറ്റാനിക്കിന്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ആ അവശിഷ്ടങ്ങളുടെ മുഴുവൻ ഭാഗത്തും ശരിക്കും തുരുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ തുളകളും അവിടെ വീണിട്ടുണ്ട്. 1985 ഈ ടൈറ്റാനിക് ആദ്യമായിട്ട് കണ്ടെടുത്തപ്പോൾ അത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. അതിന്റെ രണ്ടു ഭാഗങ്ങളും 600 മീറ്റർ ഇടവിട്ടിട്ടാണ് കടലിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നത്. മുൻപിലത്തെ ഭാഗത്തെ ബോ എന്നും പുറകിലത്തെ ഭാഗത്തെ സ്റ്റേൺ എന്നുമാണ് പറയുന്നത്. വിക്ടർ ഇപ്പോൾ അതുവഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് തകർക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ നടന്ന ആ വലിയ ഹ്യൂമൻ ട്രാജഡി അവിടെ വ്യക്തമാണ്. ആ പരിസരം മൊത്തമായി ആ കപ്പലിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചിതറിക്കിടക്കുകയാണ്. വിക്ടറിന് അവിടെ ടൈൽസിന്റെ കഷ്ണങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കുഴപ്പവും പറ്റാത്ത ബോട്ടിൽസും അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിക്ടർ. അങ്ങനെ കുറച്ചു സമയം സഞ്ചരിച്ചതിന് ശേഷം വിക്ടർ ആ കപ്പലിന്റെ സ്റ്റേണിന്റെ അടുത്തെത്തി. അതായത് പുറകിലത്തെ ഭാഗം. അതിനുശേഷം അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അധിക സമയം അയാൾക്ക് അവിടെ തുടരാൻ സാധിക്കുന്നില്ല. അയാളുടെ ആ ഡൈവ് ഡേഞ്ചറസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം അവിടുത്തെ നീരൊഴുക്കാണ്. ആ സ്റ്റേണിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ജലത്തിന്റെ പ്രവാഹം അയാളുടെ ആ സബ്മറൈനെ പിടിച്ച് തള്ളുന്നുണ്ട്. എങ്കിലും കുറച്ചു സമയം ആ ഒഴുക്കിനൊന്നും വകവെക്കാതെ വിക്ടർ അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അയാൾക്ക് അധികം അവിടെ തുടരാൻ സാധിക്കുന്നില്ല. ഇനി തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയാൾ ആ കാര്യം വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുന്നു. അങ്ങനെ മിഷന്റെ സേഫ്റ്റിയെ പരിഗണിച്ച് വളരെ പെട്ടെന്ന് തന്നെ വിക്ടർ കടലിന്റെ മുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ ആദ്യത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വിക്ടർ തിരിച്ച് അവരുടെ മദർഷിപ്പിലേക്ക് എത്തി. ആളുകളെല്ലാവരും അയാളെയും കാത്തു നിൽക്കുകയാണ്. മുകളിലേക്ക് പൊങ്ങി വന്ന ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ വിക്ടറിനെ അവരുടെ മദർഷിപ്പിലേക്ക് കയറ്റുന്നു. ഇനി പാർക്ക് സ്റ്റെഫൻസിന്റെ ഊഴമാണ്. വളരെ വിജയകരമായിട്ട് തന്നെ ആ സബ്മറൈൻ അവർ തിരിച്ചെടുത്തു. ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ജോലിയാണ്. അതായത് അവർ ഷൂട്ട് ചെയ്ത ആ ഡാറ്റാസ് എല്ലാം അയാൾ എക്സാമിൻ ചെയ്യണം. അതിലെ കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യണം. അതിൽ നിന്നും ടൈറ്റാനിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 2 ദിവസത്തെ ജോലിയാണ് അയാൾക്ക് ബാക്കിയുള്ളത്. ഇനി നമുക്ക് വിക്ടറിന്റെ വാക്കുകളിലേക്ക് കടക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഡൈവ് എന്നതിനെ കുറിച്ചാണ് അയാൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ഡൈവ് ആയിരുന്നു അത് എന്നാണ് അയാൾ പറയുന്നത്. അതിന്റെ കാരണം കടലിന്റെ അടിത്തട്ടിലെ വിസിബിലിറ്റി ആയിരുന്നു. ഒന്നും ശരിക്കും അങ്ങോട്ട് കാണാൻ സാധിച്ചില്ല. മാത്രമല്ല വളരെ ശക്തമായ നീരൊഴുക്കും. ഇതൊക്കെയാണ് ആ ഡൈവിനെ അത്രയും ബുദ്ധിമുട്ടുള്ളതാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് വിക്ടറിന് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ ഫൂട്ടേജ് എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു. അവരുടെ ആദ്യത്തെ മിഷൻ വളരെ സക്സസ്ഫുൾ ആണ്. ആ ഫൂട്ടേജിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും അതിന്റെ സ്ട്രക്ചറിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അവരെ സെക്കൻഡ് മിഷനിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ. ഇനി അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ആ ഫൂട്ടേജ് പരിശോധിച്ചതിൽ നിന്നും ടൈറ്റാനിക്കിന്റെ ഡെക്കുകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഡെക്കും ബി ഡെക്കും സി ഡെക്കും എല്ലാം അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അവർ ടൈറ്റാനിക്കിന്റെ ആദ്യമായിട്ട് കണ്ടെടുത്ത ഇമേജുമായിട്ട് ഇപ്പോൾ കണ്ടെടുത്ത ഫൂട്ടേജ് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ബോയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്.
അതായത് അതിപ്പോഴും തിരിച്ചറിയുന്ന അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ സ്റ്റേണിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൈറ്റാനിക് തകർന്നപ്പോ തന്നെ ഈ സ്റ്റേൺ എന്ന് പറയുന്ന ഭാഗം ശരിക്കും ചിതറിപ്പോയിരുന്നു. ആ ഭാഗത്തുള്ളത് വളരെ വലിയ അളവിൽ സ്റ്റീലാണ്. അതെല്ലാം ചിതറി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്. പിന്നെ അവിടെയുള്ള ആ ശക്തമായ ഒഴുക്കെല്ലാം ആ സ്റ്റീലിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ ക്ഷയിക്കാനുള്ള പ്രധാന കാരണം. പക്ഷെ എക്സ്പെർട്ടുകൾ പറയുന്നത് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്നാണ്. ആ എക്സ്പെർട്ടുകളിൽ ഒരാളായ ലോറിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു മുമ്പ് നടത്തിയ എക്സ്പിഡിഷനിൽ നിന്നും ലോറി ഒരു പ്രത്യേക കാര്യം കണ്ടെത്തിയിരുന്നു. ലോകത്തിന്റെ വളരെ ആഴത്തിൽ തകർന്നു കിടക്കുന്ന ചില അവശിഷ്ടങ്ങളിൽ മാത്രം കാണുന്ന ഒരു സംഭവം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതെന്താണെന്ന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക് ഇപ്പോൾ ഒരു തരം ബാക്ടീരിയയുടെ പിടിയിലാണ്. ആ ബാക്ടീരിയയാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ക്ഷയിക്കാനുള്ള കാരണം. ഈ മെറ്റൽ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവുന്ന സ്ഥലത്താണ് ഈ ബാക്ടീരിയസ് വളരുന്നത്. അതിന്റെ ആദ്യത്തെ രൂപമെന്ന് പറയുന്നത് ഈ തുരുമ്പാണ്. ആദ്യം കണ്ടെത്തിയപ്പോൾ അത് തുരുമ്പായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചപ്പോഴാണ് അതൊരു ബാക്ടീരിയ ആണ് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ബാക്ടീരിയകളെല്ലാം ഈ മെറ്റലെല്ലാം കാർന്നു തിന്നു. അത് എത്രത്തോളം വേഗത്തിൽ അവറ്റകൾ ഭക്ഷിക്കുന്നോ അത്രത്തോളം വേഗത്തിൽ ആ അവശിഷ്ടങ്ങളെല്ലാം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ദിവസങ്ങൾ കൂടുന്തോറും ഈ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം അവറ്റകൾക്ക് വെല്ലുവിളിയാവുന്ന ഒരു സാഹചര്യങ്ങളും ആ പരിസരത്തെങ്ങുമില്ല. മാത്രമല്ല അവിടെ ധാരാളം മെറ്റലിന്റെ ഭാഗങ്ങളും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂട്ടത്തോടെ പെറ്റുപെരുകി അവറ്റകളെല്ലാം ചേർന്ന് ആ മെറ്റൽ ഭാഗങ്ങളെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുപിടുത്തമെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരാശിക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇതിനെ കൊണ്ട് ഒരു ഗുണമുണ്ടായി. ഓരോ ഭാഗങ്ങളും ഇല്ലാതാകുന്നതുകൊണ്ട് തന്നെ ഇതിനെ അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് ആ അവശിഷ്ടങ്ങളുടെ ഉൾഭാഗങ്ങളൊക്കെ കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ആ ഫൂട്ടേജുകളൊക്കെ വെച്ച് ആ തകർന്നു കിടക്കുന്ന ഭാഗത്തിന്റെ ഒരു 3D രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാമെട്രി എന്നാണ് അതിനെ പറയുന്നത്. വിക്ടർ സഞ്ചരിച്ചത് എങ്ങനെയാണ് ആ രീതിയിലാണ് നമുക്ക് ആ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുക. ആ 3D മോഡലാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടീമിന്റെ കോർ ഒബ്ജക്റ്റീവിൽ ഒരെണ്ണമായിരുന്നു ഈ 3D മോഡൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇതിൽ നിന്നും അവർ കണ്ടെത്തിയ ടൈറ്റാനിക്കിന്റെ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ഡീറ്റെയിലിംഗ് ആണ് അതിനെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലേ ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് 2000 പാസഞ്ചേഴ്സ് അതിനകത്തുണ്ടായിരുന്നെന്ന്. അവരെല്ലാവരും തന്നെ അത് മുങ്ങാൻ തുടങ്ങിയപ്പോൾ ലൈഫ് ബോട്ടിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈഫ് ബോട്ട് എല്ലാം വെള്ളത്തിലേക്ക് ഇറക്കുന്നത് ഒരു ക്രെയിനിന്റെ സഹായത്തോടെയാണ്. ആ ക്രെയിൻ കപ്പൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അതിനെ പറയുന്നത് ഡാവിറ്റ് എന്നാണ്. അവർ ആ 3D മോഡൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു ഡാവിറ്റ് മാത്രം താഴാതെ നിൽക്കുന്നുണ്ട്. അതിനർത്ഥം അത് ഘടിപ്പിച്ചിരിക്കുന്ന ലൈഫ് ബോട്ട് താഴേക്ക് ഇറക്കിയിട്ടില്ല എന്നാണ്. 20 ലൈഫ് ബോട്ടുകളാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. പക്ഷെ ആ കപ്പലിലുള്ള പകുതി ആളുകൾക്ക് പോലും ആ ബോട്ടുകൾ തികയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ മുഴുവൻ ലൈഫ് ബോട്ടുകൾ ഉപയോഗിക്കാതിരുന്നത്. ആ 3D മോഡൽ വെച്ചിട്ടാണ് അവർ ആ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു വൈറ്റൽ എവിഡൻസ് തന്നെയായിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം. വർഷങ്ങളായിട്ട് പാർക്സിനെ അലട്ടുന്ന ഒരു സ്റ്റോറിയാണത്. ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന വലിയൊരു കോടീശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ സ്റ്റോറി. ബെഞ്ചമിൻ ഗുഗനൈം എന്നാണ് അയാളുടെ പേര്. അക്കാലത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു അയാൾ. ആ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ഈ ഗുഗനൈം എന്ന് പറയുന്ന ആൾ വളരെ നല്ല രീതിയിലായിരുന്നു ഡ്രസ്സ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കാണുന്നതാണ് അയാൾ ഉപയോഗിച്ചിരുന്ന ആ കപ്പലിനകത്തെ മുറി. ടൈറ്റാനിക്കിലെ ഏറ്റവും വില കൂടിയ ഒരു ലിവിംഗ് റൂം ആയിരുന്നു അത്. അത് സ്ഥിതി ചെയ്യുന്നത് ആ കപ്പൽ നെടുകെ പിളർന്ന ആ ഭാഗത്താണ്. അത് മുറിഞ്ഞ ഉടനെ തന്നെ അതാണ് ആദ്യം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയത്. പക്ഷെ ഇത്രയൊക്കെ സെർച്ച് നടന്നിട്ടും ആ റൂമിന്റെ ഭാഗങ്ങൾ ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഈ ഒരു മിഷനിൽ ആ റൂം എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താനാണ് പാർക്സ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ രണ്ടാമതൊരു ഡൈവിങ്ങിന് പ്ലാൻ ചെയ്യാണ്. അയാളുടെ ആ റൂം കണ്ടെത്താൻ പോകുന്നതുകൊണ്ട് തന്നെ അയാളുടെ ഒരു റിലേറ്റീവും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അവസാനമായിട്ട് കഴിച്ചുകൂട്ടിയ ആ റൂം കണ്ടെത്താൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് അയാൾ. സിൻഡ്ബാഡ് എന്നാണ് അവന്റെ പേര്. അവന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ ബെഞ്ചമിൻ ഗുഗനൈം. പാർക്സ് ഇപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് നടന്ന ഒരു എക്സ്പിഡിഷനിൽ നിന്ന് അധികം വ്യക്തമാവാത്ത ഒരു ഇമേജ് പാർക്സിന് കിട്ടിയിട്ടുണ്ട്. അയാൾ വിശ്വസിക്കുന്നത് അത് ആ ബെഞ്ചമിന്റെ റൂം തന്നെയാണെന്നാണ്. ആ ഭാഗത്തൊരു അന്വേഷണം നടത്താനാണ് ഇത്തവണത്തെ ഡൈവിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരുടെ അടുത്ത ഡൈവിന് സമയമായി. ഇത്തവണ വിക്ടർ ഒറ്റയ്ക്കല്ല പോകുന്നത്. പാർക്സും അയാളുടെ കൂടെ പോകുന്നുണ്ട്. ആ ഗുഹനൈന്റെ റൂം കണ്ടെത്തുക എന്നത് മാത്രമല്ല ആ ബോയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ അയാൾക്ക് ശേഖരിക്കാനുണ്ട്. ആ ഫോട്ടോഗ്രാമെട്രിക് മോഡലിന് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ഇപ്പോ ആ ഗുഹനൈമിന്റെ റൂം കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കണ്ടുപിടുത്തം തന്നെയായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ സബ്മറൈന്റെ അകത്തേക്ക് കയറി. വളരെ പെട്ടെന്ന് തന്നെ അവർ താഴേക്ക് ഡൈവ് ചെയ്യുന്നു. വളരെ ആകാംക്ഷയോടെ തന്നെ താഴത്തുള്ള കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഇനി ഈ ബെഞ്ചമിനെ കുറിച്ച് പറയാം. 1865 നല്ല കാശുള്ള ഒരു മൈനിങ് ഫാമിലിയിലാണ് ഇയാൾ ജനിച്ചത്. ഫിലാഡൽഫിയയാണ് ഇയാളുടെ സ്വദേശം. ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് ഇയാൾക്ക് 47 വയസ്സായിരുന്നു പ്രായം.
അയാളുടെ ഫാമിലിയായിട്ട് വീട്ടിലുണ്ടായിരുന്നത് അയാളുടെ ഭാര്യയും 3 പെൺമക്കളുമായിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുടെ അടുത്തെത്തി. അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ബെഞ്ചമിന്റെ റൂം കണ്ടെത്തുന്നതിന് മുമ്പ് അവർ ഇമ്പോർട്ടന്റ് ആയ മറ്റു പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർക്കത് ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് അവർ ഇപ്പൊ തന്നെ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്ന് ക്യാപ്റ്റന്റെ ക്വാർട്ടേഴ്സ് ആണ്. അതിന് ചുറ്റുഭാഗമാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു സമയം അവിടേക്ക് ഷൂട്ട് ചെയ്തതിനു ശേഷം അവർ അടുത്തതായിട്ട് പോകുന്നത് ബെഞ്ചമിന്റെ റൂം കണ്ടെത്താനാണ്. അങ്ങനെ കുറച്ചു സമയത്തെ സെർച്ചിന് ശേഷം അവർ ആ റൂമിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഇമേജ് തന്നെയായിരുന്നു ആ ബെഞ്ചമിന്റെ റൂം. അതുകൊണ്ട് തന്നെ പാർക്സ് ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ മിഷനും അവർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് മദർഷിപ്പിലേക്ക് പോരുകയും ചെയ്തു. അവിടെ എത്തിയതിനു ശേഷം അവർ ആ ഫൂട്ടേജ് ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി. തന്റെ ഗ്രാൻഡ് ഫാദർ അവസാനം ചെലവഴിച്ച ആ ഫേമസ് ആയ റൂമിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ട് അയാളുടെ ഗ്രാൻഡ് സൺ ആണെങ്കിൽ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അവൻ പാർക്സിനോട് നന്ദി പറയുന്നു. അങ്ങനെ ആ റൂമിന്റെ ഭാഗം കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവർ ആ ഫോട്ടോഗ്രാമെട്രിക് മോഡലിന് പുതിയൊരു ഭാഗം കൂടെ അവർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. അവർ ഷൂട്ട് ചെയ്ത ആ അഡീഷണൽ ഫൂട്ടേജും കൂടെ അവർ ആ മോഡലിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പാർക്സിന് സാധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ആയിരുന്ന ജോൺ സ്മിത്തിന്റെ ക്യാബിനും അതിൽ ഉൾപ്പെടും. 1985 ടൈറ്റാനിക് ആദ്യമായിട്ട് കണ്ടെത്തിയപ്പോൾ ക്യാപ്റ്റന്റെ ബാത്റൂമിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾക്കൊന്നും വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ബാത്ത് ടബും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ആ കപ്പലിലുള്ള ആളുകൾ എങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അന്ന് കണ്ടെത്തിയ പോലെയല്ല ഇപ്പോൾ ആ ബാത്റൂമിന്റെ അവസ്ഥ. അതൊക്കെ ശരിക്കും ക്ഷയിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിന്റെ പല ഭാഗങ്ങളും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുപോലെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി അവർ കണ്ടെത്തിയ മറ്റൊരു റൂമാണ് മാർക്കോണി റൂം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കാലത്ത് ടൈറ്റാനിക്കിന്റെ അകത്തുണ്ടായിരുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ടെക്നോളജി ആയിരുന്നു. അതിൽ പെടുന്നതാണ് ഈ മാർക്കോണി. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ റൂം സ്ഥിതി ചെയ്യുന്നത് ബോട്ട് ഡെക്കിലാണ്. ഈ മാർക്കോണി ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐസ്ബർഗിന്റെ വാർണിംഗ് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രസ് മെസ്സേജ് അയക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു ഷിപ്പിന് പോലും ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. പാർക്സിന്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിനകത്തുണ്ടായിരുന്ന ഒരു സാധനം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ട്രാൻസ്മിറ്റർ ഇനി ഒരിക്കലും റിക്കവർ ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരുന്നു ഉപയോഗിച്ചത് എന്ന് ആർക്കും ഇനി മനസ്സിലാക്കാനും സാധിക്കത്തില്ല. ഇതിനു മുമ്പുണ്ടായ എക്സ്പെഡീഷനിൽ ആ മാർക്കോണി റൂമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇപ്പോ പോയപ്പോ അതൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ റൂമിന്റെ മുകൾ ഭാഗത്തായി കുറേയേറെ തുളകൾ വന്ന് വീണിട്ടുണ്ട്. അതിൽ നിന്നും ആ റൂമും എന്നേക്കുമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അയാൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവരുടെ ആ എക്സ്പെഡീഷനിൽ നിന്നും പാർക്സിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക്കിന്റെ കുറെ ഭാഗങ്ങളൊക്കെ അവർ പരിശോധന നടത്തി കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറെ ഭാഗങ്ങളൊക്കെ പഴയതുപോലെ തന്നെയുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷയിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇനി എത്ര കാലത്തേക്ക് ഈ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ കാണും എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഈ മൊത്തം എക്സ്പെഡീഷനിൽ നിന്നും അയാൾക്ക് പറയാനുള്ളത്. അങ്ങനെ അവർ ആ എക്സ്പെഡീഷന്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിലൊരു പ്രൊസീജിയറാണ് ടൈറ്റാനിക്കിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവരെല്ലാവരും കൂടെ ചെറിയൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിനുശേഷം കുറെ പൂക്കളെടുത്ത് അവർ ആ കപ്പൽ മുങ്ങിയ ഭാഗത്തേക്ക് ഇടുന്നു. അങ്ങനെ ആ ഒരു കാര്യം കൂടെ ചെയ്തതിനു ശേഷം അവർ അടുത്തൊരു ഡൈവിങ്ങിനും കൂടെ തയ്യാറെടുക്കുകയാണ്. ഈ ഡൈവിലൂടെയാണ് ടൈറ്റാനിക്കിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതിനുവേണ്ടി അവരൊരു ഡിവൈസും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഡിവൈസിന്റെ ബേസ് നിർമ്മിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള മെറ്റൽ കൊണ്ടാണ്. ടൈറ്റാനിക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ തന്നെയാണ് ആ ഡിവൈസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവർ സ്ഥാപിക്കാൻ പോകുന്നത് ആ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്താണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ മെറ്റൽ ഭാഗങ്ങളിലും ആ ബാക്ടീരിയ വളരാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആ ഡിവൈസ് അവർ തിരിച്ചെടുക്കും. അതിനുശേഷം ആ ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കും. അതിൽ നിന്നും എത്ര കാലം എടുത്തിട്ടാണ് ആ സൂക്ഷ്മജീവികൾ ആ മെറ്റൽ ഭാഗങ്ങളെല്ലാം തിന്നു തീർക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി ടൈറ്റാനിക്കിന്റെ ഫ്യൂച്ചർ ഇനി എത്ര കാലമാണ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. അങ്ങനെ അവർക്ക് അടുത്ത ഡൈവിനുള്ള സമയമായി. ആ സബ്മറൈനിൽ ഒരു കൈയുണ്ട്. ആ കൈയാണ് ആ ഡിവൈസ് ആ അവശിഷ്ടങ്ങളുടെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്. പറയാൻ വളരെ സിമ്പിൾ ആണെങ്കിലും അടിത്തട്ടിൽ നല്ല രീതിയിൽ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ആ ചെറിയൊരു സാധനം അവിടെ സെറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർ വേഗം തന്നെ ആ സബ്മറൈനിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ അവർ
താഴെ എത്തി. ഇനി അടുത്തത് ആ ഡിവൈസ് അവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി ആ സബ്മറൈന്റെ കൈ വെച്ച് അവർ ആ ഡിവൈസ് പുറത്തേക്ക് എടുക്കുന്നു. അത് ആ കപ്പലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിലുള്ള ബാക്ടീരിയാസ് ഒക്കെ ആ ഡിവൈസിനകത്തേക്ക് കയറി പിടിക്കുകയുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിലും കുറച്ചു സമയത്ത് പരിശ്രമത്തിന് ശേഷം അവർ വിചാരിച്ച സ്ഥലത്ത് തന്നെ അവർ ആ ഡിവൈസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയി ആ മിഷനും കംപ്ലീറ്റ് ചെയ്ത് അവരെല്ലാവരും മദർഷിപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. എല്ലാ മിഷനും സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ആ ക്രൂ മെമ്പേഴ്സ് എല്ലാം വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ മനുഷ്യൻ നടത്തുന്ന ആദ്യത്തെ ടൈറ്റാനിക് പര്യടനം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു എക്സ്പെഡീഷനിലൂടെ വളരെ ആക്യുറേറ്റ് ആയ ടൈറ്റാനിക്കിന്റെ ഒരു ഫോട്ടോഗ്രാമെട്രിക് മോഡൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ടൈറ്റാനിക്കിനെ ഇതുവരെ ആരും കാണാത്ത രീതിയിലാണ് ആ മോഡൽ നമുക്ക് കാണിച്ചു തരുന്നത്. ടൈറ്റാനിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് കടൽ ജീവികളുടെ ഒരു വലിയ വീടാണത്. അതിനെക്കുറിച്ച് ലോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടൈറ്റാനിക് കടലിന്റെ മുകൾത്തട്ടിലൂടെ പോയിരുന്നപ്പോൾ അതിലുണ്ടായിരുന്ന ജീവനേക്കാൾ കൂടുതൽ ജീവനുകൾ ഇപ്പോഴത് കടലിന്റെ അടിത്തട്ടിലുള്ളപ്പോഴുണ്ടെന്നാണ്. സമയം മുന്നോട്ട് കടന്നു പോകുന്തോറും അവൾ നശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടൈറ്റാനിക്കിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും കുറെ കാലങ്ങൾ കൂടെ കഴിയുമ്പോൾ അതും തീരെ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 250 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.